ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. തിരുവില്ലാമല പാമ്പാടി വടക്കേക്കൂട്ടാല ഭദ്രകാളി ക്ഷേത്രത്തിലെ ദുർഗാ ഭഗവതിയുടെ പ്രതിഷ്ഠാ ദിന ചടങ്ങുകൾ ഭക്തിസാന്ദ്രമായി. തിരുവില്ലാമല വടക്കേക്കൂട്ടാല ഭദ്രകാളി ക്ഷേത്രത്തിലെ ദുർഗാ ഭഗവതിയുടെ പ്രതിഷ്ഠാ ദിനം വ്യാഴം വെള്ളി ദിവസങ്ങളിലാണ് സംഘടിപ്പിച്ചത്. സുബ്രഹ്മണ്യൻ തിരുമേനി മുഖ്യ കാർമ്മികനായി. വ്യാഴാഴ്ച വൈകിട്ട് ഗണപതി പൂജ, പ്രസാദ പൂജ, വാസ്തുകലശ പൂജ, അത്താഴ പൂജ തുടങ്ങിയവ നടന്നു. വെള്ളിയാഴ്ച കാലത്ത് ഗണപതി ഹോമത്തോടുകൂടി ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. രഘുനന്ദനൻ മാരാർ, സൂരജ് മാരാർ എന്നിവരുടെ അഷ്ടപതിയും നടന്നു. മറ്റ് വിശേഷാൽ ചടങ്ങുകൾക്ക് ശേഷം സൂരജ് മാരാരുടെ നേതൃത്വത്തിൽ ഗംഭീര പഞ്ചവാദ്യവും അരങ്ങേറി. പാമ്പാടി വടക്കേക്കൂട്ടാല ഭദ്രകാളി ക്ഷേത്രത്തിലെ ദുർഗാ ഭഗവതിയുടെ പ്രതിഷ്ഠാദിന ചടങ്ങുകളെക്കുറിച്ച് മുഖ്യ കാർമ്മികൻ സുബ്രഹ്മണ്യൻ തിരുമേനി വിശദീകരിച്ചു. തിരുവില്ലാമല ദേശത്ത് ഭാരതപ്പുഴയോട് ചേർന്നിട്ട് സ്ഥിതി ചെയ്യുന്ന വടക്കേ കൂട്ടാല ശ്രീ ഭഗവതി ക്ഷേത്രം മിഥുനമാസത്തിലെ ഉത്രം നക്ഷത്രം പ്രതിഷ്ഠാദിനമായി ആചരിക്കുന്ന ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ഇന്നലെയും ഇന്നുമായി പ്രതിഷ്ഠാദിനത്തിന് ചടങ്ങുകൾ കൊണ്ടാടുകയാണ്. ഇന്നലെ തുടങ്ങിയിട്ടുള്ള ശുദ്ധിക്രിയകൾ, പ്രാസാദ ശുദ്ധി, രാക്ഷോഘ്ന ഹോമം, വാസ്തുഹോമം, വാസ്തുകലശം, വാസ്തുബലി എന്നീ ചടങ്ങുകളും പ്രതിഷ്ഠാദിനമായ ഉത്തരനക്ഷത്രം ആയിട്ടുള്ള ഇന്ന് രാവിലെ മഹാഗണപതി ഹോമത്തോടു കൂടി തുടങ്ങിയ ചടങ്ങുകൾ. അതിനുശേഷം ചതുശുദ്ധി, ധാര, പഞ്ചഗവ്യം, പഞ്ചകം, ശുദ്ധപുണ്യാഹം, നവകം അഭിഷേകം ഇത്യാദി എല്ലാം ചെയ്ത് നിരവധി നിവേദ്യങ്ങളെ കൊണ്ട് ആ ഭഗവതിയെ ഏറ്റവും സംപ്രീതയായിരിക്കുന്ന ദിനമാണ് ഇന്ന്. ഈ ഉത്തരനക്ഷത്രം കൊണ്ടാടുമ്പോൾ ഭക്തജന സാന്നിധ്യം കൊണ്ട് അമ്പലം വളരെയധികം ഉച്ചസ്ഥിതിയിൽ നിൽക്കുന്നു. ആ ഭഗവതിയുടെ അനുഗ്രഹം ഈ നാട്ടിലെ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. കലശാഭിഷേകം, ചുറ്റുവിളക്ക്, ദീപാരാധന എന്നീ ചടങ്ങുകളോടുകൂടിയാണ് പ്രതിഷ്ഠാദിന പരിപാടികൾക്ക് സമാപനമായത്. ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങുകളെക്കുറിച്ച് ട്രസ്റ്റി VK ഉണ്ണികൃഷ്ണൻ സംസാരിക്കുന്നു. വടക്കേക്കൂട്ടാല ഭദ്രകാളി ക്ഷേത്രത്തിലെ ദുർഗാ ഭഗവതിയുടെ പ്രതിഷ്ഠാദിനം 2024 ജൂലൈ 11, 12 തീയതികളിൽ വിപുലമായി കൊണ്ടാടി. 11-ാം തീയതി വൈകുന്നേരം വാസ്തുവിധി, ശുദ്ധി തുടങ്ങിയ കർമ്മങ്ങളെല്ലാം ഉണ്ടായിരുന്നു. സുബ്രഹ്മണ്യൻ തിരുമേനിയുടെ കാർമ്മികത്വത്തിലാണ് ഇവിടുത്തെ പൂജാതി കർമ്മങ്ങൾ എല്ലാം നടത്തിയത്. 12-ാം തീയതി കാലത്താണ് പ്രതിഷ്ഠാദിനം ഉണ്ടായിരുന്നത്. അന്ന് കാലത്ത് ഗണപതി ഹോമം, നവകം, പഞ്ചഗവ്യം, അഷ്ടപതി, പഞ്ചവാദ്യം, കലശപൂജ, കലശമാടൽ എന്നീ ചടങ്ങുകളുടെ ഭംഗിയായി കൊണ്ടാടി. കുടുംബാംഗങ്ങളും നാട്ടുകാരുമായി നിരവധി പേർ പങ്കെടുത്തിരുന്നു. എല്ലാ ഭഗവതിയും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. CC ന്യൂസ്, തിരുവില്ലാമല.